അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ്. പ്രത്യേകം പാരായണം ചെയ്യൽ സുന്നത്തായ ഒരു സൂറത്തുമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 7 ചെറുപ്പക്കാരുടെ കഥ, ചരിത്ര സംഭവം അല്ലാഹു വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീമി കാനൂ മിൻ ആയാതിനാ അജബ. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ചോദിക്കുകയാണ്, അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളുടെ ചരിത്ര സംഭവം അത് വലിയ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെക്കാളെല്ലാം അപ്പുറമാണ് എന്ന് നബിയെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെ വിചാരിക്കണ്ട. അതിനേക്കാൾ എത്രയോ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അള്ളാഹുവിൻ്റെ കഴിവിലേക്കും സൂചന നൽകുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഭൂമി ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ജീവിതവും ഒരു അത്ഭുതം തന്നെയാണ്. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ഇവരുടെ ചരിത്രം, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അവരുടെ നാട്ടിൽ ഒരു വലിയൊരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ആഘോഷ പരിപാടിയിലേക്ക് അവരവരെ മാതാപിതാക്കളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങൾ, അവിടെയുള്ള നടപടിക്രമങ്ങൾ ഇവർക്ക് തീരെ പിടിക്കുന്നില്ല. കാരണം അവർ ബിംബാരാധകരായിരുന്നു. ആ ബിംബങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുകയും ബിംബങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത, ഇത് കണ്ട സന്ദർഭം ഈ ആളുകൾക്ക് മനസ്സിൽ വല്ലാത്ത ബേജാറ് തോന്നുകയാണ്. അല്ലാഹു മനുഷ്യരുടെ മനസ്സിൽ ഈമാൻ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈമാനുള്ള മനുഷ്യർക്കൊക്കെ അങ്ങനെയാണ്. ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സ്, അവരുടെ ശരീരം, അവരുടെ ചിന്തകൾ അതിനെതിരെ ഉള്ള നിലപാടുകൾ സ്വീകരിക്കും. അങ്ങനെ ഈ ചെറുപ്പക്കാരിൽ ഓരോ ആളുകളും ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മരം. അങ്ങനെ ആദ്യമായി ഈ 7 ചെറുപ്പക്കാർ മുമ്പേ പരിചയമുള്ള ആളുകളായിരുന്നില്ല. ആദ്യം ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ്, ഒരു ചിന്താഗതി ഉണ്ടായപ്പോൾ അദ്ദേഹം ആ മരത്തിൻ്റെ അവിടെ പോയിരുന്നു. വീണ്ടും മറ്റൊരു ചെറുപ്പക്കാരൻ ഇതേ അവസ്ഥയുണ്ടായപ്പോൾ, ഈ പ്രവർത്തനങ്ങളോട് മാനസികമായ വെറുപ്പ് തോന്നിയപ്പോൾ അദ്ദേഹവും മാറി ആ മരത്തിൻ്റെ ചുവട്ടിൽ. അങ്ങനെ 7 ആളുകളും ഒന്നിച്ചിരുന്നു. അവസാനം അവർ മനസ്സ് തുറക്കുകയാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ 7 ആളുകളുടെയും ചിന്താരീതി ഒരുപോലെയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളോട് രാജിയാവാൻ, അതിനെ ഇഷ്ടപ്പെടാൻ, അതിൽപ്പെട്ട ആളുകളായിട്ട് മാറാൻ താല്പര്യപ്പെടുന്നില്ല എന്ന ഒരു ചിന്താഗതി. ആ നാട്ടിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ദക്കിയാനൂസ് രാജാവാണ്. അദ്ദേഹം ബിംബാരാധകരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഈ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അവർ പ്ലാൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്.
തൻ്റെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ജീർണതകൾ, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ, അതിനെ ശരിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ഈ ജനത ഈ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും അതിൽ തന്നെ മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ 7 ആളുകളെ കുറിച്ച് രാജാവിനും വിവരം ലഭിച്ചു. രാജാവ് അവരെ വിളിക്കുവാനും അവരെ ചോദ്യം ചെയ്യുവാനും അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് അവരോട് പുറകോട്ട് പോകുവാനും ഒക്കെ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാർ തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് പുറകോട്ട് പോവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ധീരമായിട്ട് നിലപാടെടുക്കുകയാണ്. ഈ ലോകവും ലോകത്തിലുള്ള സർവ്വതും പടച്ച അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്നും അതല്ലാതെ മറ്റൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്നും ഈ നിലപാട് മാറ്റിയാൽ ഞങ്ങൾ കളവ് പറഞ്ഞവരാകുമെന്നും ധീരമായി നിലപാടെടുക്കുകയും അവർ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭം അവരെ ആക്രമിക്കുവാനും അവരെ ശിക്ഷിക്കുവാനും ഒക്കെയുള്ള നടപടികളിലേക്ക് ഭരണകൂടം ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ അവരുടെ വിശ്വാസം കൊണ്ട് അവരോടുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീന്, അവരുടെ ഉള്ളിലുള്ള വിശ്വാസം, അവരുടെ സംസ്കാരങ്ങൾ അത് സംരക്ഷിക്കാൻ വേണ്ടി അവരോടാണ്. അങ്ങനെ അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. ഇദവൽ ഫിതിയതു ഇലൽ കഹ്ഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. അങ്ങനെ അവർ ഗുഹയിൽ അഭയം തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ റബ്ബേ, ഞങ്ങളെ വഴികളിലുള്ള തടസ്സങ്ങൾ നീ നീക്കി തരണമേ റബ്ബേ. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുകയും ചെയ്യുകയാണ്. ഈ രാജാവും അവിടെയുള്ള ആളുകളും അവരെ പിടികൂടാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അള്ളാഹു അവരെ കണ്ണുകളെ മറപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് തങ്ങൾക്കും ഗാർ സൗറിലുണ്ടായതുപോലെയുള്ള അനുഭവം. അവരെ പിടികൂടാൻ ശത്രുക്കൾ വന്നപ്പോൾ അള്ളാഹു അവരെ കണ്ണുകൾ മൂടിയതുപോലെ ഇവർ അഭയം തേടിയിട്ടുള്ള ആ ഗുഹയിലൂടെ അടുത്തെത്തിയപ്പോൾ ഇവരെ കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരവസ്ഥ ഇവർക്ക് അള്ളാഹു നൽകുകയാണ്. അങ്ങനെ ദീർഘമായ ചരിത്രമാണ് അവരുടേത്. 300 വർഷക്കാലം അവർ ദീർഘമായ ഒരു ഉറക്കം അള്ളാഹു നൽകുകയാണ്. 300 വർഷക്കാലം ഉറങ്ങിക്കിടക്കുകയാണ്. 300 വർഷങ്ങൾക്ക് അപ്പുറം അവർ പിന്നീട് അള്ളാഹു അവരെ ഉണർത്തുന്നുണ്ട്. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അവർ ആലോചിച്ചു, പരസ്പരം സംസാരിച്ചു, എത്ര വർഷമാണ് നാം ഉറങ്ങിയത്? ചിലർ പറഞ്ഞു നമ്മൾ ഒരു ദിവസമാണ് ഉറങ്ങിയത്, ചിലർ പറഞ്ഞു നമ്മൾ ഹാഫ് ഡേ ആണ്, ഒരു പകുതി മാത്രമാണ് നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ പല അഭിപ്രായങ്ങളും അവർക്കിടയിലുണ്ടായി. എന്നാൽ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ആ വിശപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എന്തെങ്കിലും കിട്ടാൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ പുറത്തിറങ്ങി. അവരെ കയ്യിലുള്ള നാണയത്തൊട്ടുമായി പുറത്തിറങ്ങുമ്പോൾ അവർക്ക് പരിസരം മുഴുവനും ഒരു അപരിചിതത്വം തോന്നുകയാണ്, സ്ട്രേഞ്ച്നെസ് അനുഭവപ്പെടുകയാണ്. ഇന്നലെ കണ്ട നാടും റോഡും വീടും ഒന്നുമല്ലല്ലോ ഇവിടെയുള്ളത്, പരിചയമുള്ള ഒരാളെയും കാണുന്നില്ലല്ലോ. അങ്ങനെ ഭക്ഷണത്തിന് പോയ മനുഷ്യന് മനസ്സിൽ തോന്നുകയാണ്, ഞാനത് സ്വപ്നം കാണുകയാണോ, എന്താണ് എനിക്ക് പറ്റിയിട്ടുള്ളത്? ഏതായാലും അദ്ദേഹം അങ്ങാടിയിൽ ചെന്ന് ഭക്ഷണത്തിന് വേണ്ടി ഒരു ഹോട്ടലിലോ കടയിലോ ചെന്ന് തൻ്റെ കയ്യിലുള്ള നാണയം കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നാണയം കണ്ടപ്പോൾ ആ കടക്കാരനും വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. കാരണം ഏതോ ഒരു കാലത്തെ നാണയമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്.
അങ്ങനെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ദഖിയാനൂസ് രാജാവിനെ പേടിച്ച് ഗുഹയിൽ അഭയം തേടിയവരാണ്. അങ്ങനെ ഞങ്ങൾ ദീർഘമായ ഒരു ഉറക്കം കഴിഞ്ഞ് വരികയാണ്. അങ്ങനെ അവർ വന്ന് നോക്കുമ്പോൾ ഈ 7 ആളുകളെ കാണുന്നു. അവരോട് ഇവർ സലാം പറയുന്നു. വീണ്ടും ഈ ചെറുപ്പക്കാർ ആ ഗുഹയിൽ തന്നെ അഭയം തേടുകയാണ്, ആ ഗുഹയിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ അള്ളാഹു അവരെ മരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ചരിത്ര സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ള കാരണം മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, ആ നാട്ടുകാർ പുനർജന്മ വിശ്വാസമില്ലാത്തവരായിരുന്നു. പുനർജന്മം എന്ന് പറയുന്ന ഒരു കാര്യം, മരിച്ചാൽ വീണ്ടും ജനിക്കുക എന്നത് അസംഭവ്യമാണ്, സംഭവിക്കാത്തതാണ്. അതിൽ സംശയാലുക്കളായ ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ആളുകളുടെ സംശയം തീർത്തു കൊടുക്കുക. കാരണം 300 വർഷക്കാലം കുറച്ചാളുകൾ ഉറങ്ങുന്നു, അവരുടെ ശരീരത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നീട് അതിനുശേഷം അവർ ഉണർന്നു വരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ദൈവം, അവൻ പുനർജന്മത്തിനും യോഗ്യനാണ്, അതിന് കഴിവുള്ളവനാണ് എന്നവർ മനസ്സിലാക്കുകയും അവരെല്ലാം സത്യദീനിന്റെ യഥാർത്ഥ വഴിയിലേക്ക് അവർ വരികയും ചെയ്യുന്നുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഇത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഒരു ചരിത്ര സംഭവത്തിന്റെ യഥാർത്ഥമായ ഒരു വശം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഈ 7 ചെറുപ്പക്കാരും ഒരു ഗുഹയിലേക്ക് അവർ അഭയം തേടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അവരുടെ വിശ്വാസം, ആ വിശ്വാസത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന വലിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവർ ആ ഗുഹയിൽ അഭയം തേടിയിട്ടുള്ളത്. കാരണം തൻ്റെ വിശ്വാസവും തൻ്റെ സംസ്കാരവും ഒരിക്കലും മലിനമാവാൻ പാടില്ല. അത് പരിശുദ്ധമായി എൻ്റെ മരണം വരെ സംരക്ഷിക്കപ്പെടണം. അതിന് ഞാൻ എന്ത് ത്യാഗം ചെയ്താലും പ്രശ്നമില്ല. ഈ 7 ചെറുപ്പക്കാരും അന്ന് അവിടെ ഉണ്ടായിരുന്ന വലിയ പ്രമാണിമാരുടെ, സമ്പന്നന്മാരുടെ മക്കളായിരുന്നു എന്ന് ചരിത്രവും തഫ്സീറുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് രാജകീയമായ ജീവിതങ്ങളും രാജകീയമായ ഭക്ഷണങ്ങളും സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. അപ്പോൾ ഇസ്ലാമിനെയും വിശ്വാസത്തെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യനെയും ഓരോ വിശ്വാസിയെയും സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കാലവും ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മലിനമായിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഖിയാമത്ത് നാൾ വരാൻ അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, യൂശിക്കു അയ്യകൂന ഖൈറമാലി അഹദിക്കും ഗനമൻ, നിങ്ങളുടെ ഏറ്റവും നല്ല സമ്പത്ത് അത് ആടുകളായിത്തീരും. എപ്പോൾ? ആ ആടുകളുമായി മലമുകളിൽ ആൾതാമസമില്ലാത്തിടങ്ങളിൽ ഒറ്റക്ക് പോയി നിങ്ങൾക്ക് പോവാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരും. നാടുകളിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ, ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, ധാർമ്മികമായ മൂല്യങ്ങളിൽ നിന്ന് സമൂഹം പുറകോട്ട് പോകുമ്പോൾ, അവരെ ഒന്ന് നന്നാക്കാനുള്ള കെൽപ്പും ത്രാണിയും ശേഷിയും നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നല്ല വഴി എന്ന് പറഞ്ഞാൽ ആടുകളുമായി മലമുകളിൽ ഒറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കലാണ്. എന്തിനു വേണ്ടി? യഫിറു ബിദീനിഹി മിനൽ ഫിതൻ, കുഴപ്പങ്ങളിൽപ്പെട്ട് തൻ്റെ വിശ്വാസവും തൻ്റെ സംസ്കാരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി, തൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പോവേണ്ട ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ പല രൂപത്തിലാണ് വരിക. വനബ്ലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും, തിന്മ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. സാമ്പത്തികമായ ശേഷി തരും, ചിലപ്പോൾ ദാരിദ്ര്യം തരും, ചിലപ്പോൾ നല്ല ആരോഗ്യം തരും, ചിലപ്പോൾ രോഗം തരും, ചിലപ്പോൾ നാട്ടിൽ കുഴപ്പങ്ങളും സാംസ്കാരികമായ മൂല്യച്യുതികളും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തരും. അപ്പൊ ഈ പരീക്ഷണങ്ങളെ എല്ലാം വരുമ്പോൾ അതിനെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നേരിടാൻ പറ്റുന്നവർക്ക്
അതിനെ നേരിടാൻ സാധിക്കണം. അല്ലാത്തതായ ആളുകൾ സുരക്ഷിതമായ മാർഗങ്ങൾ തേടണമെന്നാണ് ഇതിന് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ വാർത്തകളും നാം എടുത്ത് പരിശോധിക്കുക. ഓരോ വാർത്തകളും, ആ വാർത്തകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കൊൽക്കത്തയിൽ ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെടുകയാണ്. മൃഗീയമായ പീഡനത്തിന് വിധേയമായി ആ ഡോക്ടർ വധിക്കപ്പെടുകയാണ്. ഇപ്രകാരം ആളുകൾക്ക് ആതുര സേവനം ചെയ്യുന്ന നഴ്സുമാർ അവരെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവർ പീഡിപ്പിക്കപ്പെടുകയാണ്. എത്രത്തോളം വിദ്യ നുകരാൻ വേണ്ടി കലാലയങ്ങളിലെത്തുന്ന പിഞ്ചോമന മക്കൾ. ഹരിയാനയിൽ നിന്ന് വന്ന വാർത്തയാണ്. 4 വയസ്സുള്ള മക്കൾ, 2 മക്കൾ അവിടെയുള്ള ഒരു ക്ലീനിങ് സ്റ്റാഫിനെ കൊണ്ട് മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ വരികയാണ്. ഇങ്ങനെ പരിസരങ്ങളിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന ഓരോ വാർത്തകൾ കാണുമ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകാൻ. മനുഷ്യരുടെ ചിന്താഗതികൾ, മനുഷ്യരുടെ ധാർമ്മികമായ ബോധങ്ങൾ എങ്ങോട്ടാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ദുഃഖത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു കമ്മീഷൻ, ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് കടന്നു വരികയാണ്. നമ്മുടെ കേരളത്തിൽ മലയാളക്കരയിലുള്ള സാംസ്കാരിക നായകന്മാരെന്ന പറയപ്പെടുന്നതായ ആളുകളുടെ ചേഷ്ടകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഏൽപ്പിക്കാൻ. ആ കമ്മീഷൻ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്തതാണ്. അത്രയും മ്ലേച്ഛമായ സംസ്കാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യരോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ മനുഷ്യരുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക നായകന്മാർ, അവരെയാണ് സാംസ്കാരിക നായകന്മാരെന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സംസ്കാരമാണ് അവർക്കുള്ളത്? അങ്ങനെ സമൂഹത്തിന്റെ കെട്ടുറപ്പ് നശിപ്പിക്കാൻ. മറ്റൊരു ഭാഗം ഈ ധാർമ്മികമായ മൂല്യച്യുതി, സാംസ്കാരികമായ അധപ്പതനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മേഖല വ്യാപകമായി കിടക്കാണ്. ഒരുമയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ കഴിയുന്ന മനുഷ്യർ, ഈ മനുഷ്യർക്കിടയിൽ വ്യാജ നിർമ്മിതികളും വ്യാജമായ മെസ്സേജുകളും ഉണ്ടാക്കി, കുഴപ്പങ്ങളുണ്ടാക്കി, കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ജീവിക്കാൻ പ്രയാസകരമാകുന്ന തരത്തിലുള്ള സാംസ്കാരികവും ധാർമ്മികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഓരോ ദിവസങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. സമൂഹങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക, വർഗീയമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ചേരിതിരിവുണ്ടാക്കുക, ഇതൊക്കെ വളരെ വലിയ അപകടകരമായ കാര്യങ്ങളാണ്. കൊലപാതകത്തെക്കാൾ വലിയ പ്രശ്നമാണ് നാട്ടിൽ ഫിത്നയുണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടെ ജീവിക്കണം. നമ്മൾ ഈമാൻ ഉൾക്കൊള്ളുന്നവരാണ്, ഇസ്ലാമികമായ സംസ്കാരങ്ങളെ നാം സ്വീകരിച്ചവരാണ്. നമുക്കുള്ള സംസ്കാരങ്ങളുടെ നേതൃത്വവും നമ്മൾ റോൾ മോഡലുകളായി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ സംസ്കാരമുള്ള സാംസ്കാരിക നായകന്മാരെയല്ല, അവരെയല്ല റോൾ മോഡലുകളാക്കേണ്ടത്. നമുക്ക് തികഞ്ഞ ഇസ്ലാമികമായി മഹാനായ ഹബീബ് തങ്ങളും മഹാന്മാരായ സഹാബത്തും മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദ അവർക്ക് കാണിച്ചു തന്ന പവിത്രമായ മാർഗങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. ആ സംസ്കാരങ്ങളെയാണ് നാം സ്വീകരിക്കേണ്ടത്. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ വരുമ്പോൾ അതിൻ്റെ മുമ്പ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, സാംസ്കാരികമായ അധപ്പതനങ്ങൾ ഒക്കെ നമ്മളെ തേടി വരുമെന്ന്. ബൈന യദൈ സ്സാഅതി ഫിതനുൻ ഖത്അഇൽ ലൈലിൽ മുദ്ലിം. ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ. പ്രഭാതത്തിൽ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോ അവൻ സത്യനിഷേധിയാകുന്ന രൂപത്തിലേക്ക് വരെ എത്തിപ്പോകുന്ന പ്രയാസങ്ങളുണ്ടാകും. വിശുദ്ധമായ ദീനിന്റെ സംസ്കാരങ്ങൾ, അതിനെയെല്ലാം കേവലമായ ഭൗതിക നേട്ടത്തിന് വേണ്ടി വിറ്റ് കാശാക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി.
അപ്പൊ ദീൻ എന്ന് പറയുന്ന അള്ളാഹുവും അവന്റെ ഹബീബും നമുക്ക് പകുത്തു തന്നിട്ടുള്ള, നുകർന്നു തന്നിട്ടുള്ള വിശുദ്ധമായ ആ ദീൻ, ആ സംസ്കാരങ്ങളെ എത്ര ആളുകളാണ് നിസ്സാരമായി തള്ളിക്കളയുന്നത്? ഓരോ ക്യാമ്പസുകളിലും ഓരോ കോളേജുകളിലും മീഡിയ പ്രവർത്തകരൊക്കെ ചെന്ന് കുട്ടികളോട് ചോദ്യം ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തട്ടമിട്ട പെൺകുട്ടികൾ ധീരതയോടെ പറയാൻ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തെ വിശ്വസിക്കാത്ത പ്രസ്ഥാനത്തിന്റെ ആളുകളാണെന്ന് യാതൊരു ലജ്ജയുമില്ലാതെ നമ്മുടെ കുട്ടികൾ, തട്ടമിട്ട കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ എല്ലാ നികൃഷ്ടമായ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടത്. അതാണ് പരിശുദ്ധമായ ദീനിനെ, സംസ്കാരങ്ങളെ കേവലമായ ഭൗതിക നേട്ടത്തിന് വേണ്ടി വിൽപ്പന നടത്തുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഫിത്നയുടെ കുഴപ്പങ്ങളുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. എന്തെല്ലാം തരത്തിലുള്ള സാംസ്കാരികമായ മൂല്യച്യുതികൾ എവിടേക്ക് നടക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ പോവാൻ പാടില്ല എന്നതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മോട് പറയുന്നത്. കാരണം അങ്ങോട്ട് പോയാൽ വിശ്വാസ ദൗർബല്യതയുള്ള നമ്മൾ, ദുർബലതയുള്ള നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാൻ അത് കാരണമായി തീരും. അതിൽ നിന്ന് അത് മാറി നിൽക്കണം. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ വന്നു എന്ന വിവരം നിങ്ങൾ അറിഞ്ഞാൽ, മൻ സമിഅ ബിദ്ദജ്ജാൽ, ദജ്ജാൽ വന്നു എന്ന് അറിഞ്ഞാൽ ഓനൊന്ന് കാണാൻ പോട്ടെ, എന്താ വിചാരിച്ചാണ്ട് പോകാൻ പാടില്ല. വിട്ടു നിൽക്കണമെന്നാണ്, അവൻ കാണാത്ത മാർഗത്തേക്ക് മാറി നിൽക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? അവനെ കാണാൻ പോയാൽ അവൻ കാണിക്കുന്ന മാന്ത്രിക വിദ്യകൾ കണ്ട് വിശ്വാസം കുറഞ്ഞതായ മനുഷ്യർ അതിലേക്ക് മാറാനും അവന്റെ ആളുകളായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും വളരെയധികം ജാഗ്രതയോടുകൂടെ നാം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വിശ്വാസത്തെയും കാത്തുരക്ഷിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല ആളുകളോട് സഹവസിക്കുക. മഹാനായ ഹബീബ് റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറയാൻ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. നബിയെ, നിങ്ങൾ ജീവിക്കേണ്ടത്, സഹവസിക്കേണ്ടത് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യന്മാരോടൊപ്പമാണ് എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹിന്റെ കൽപ്പനയാണ്. അവരോടൊപ്പമാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. നമ്മുടെ ചങ്ങാത്തവും നമ്മുടെ സഹവാസവും നമ്മുടെ പ്രവർത്തനങ്ങളും നല്ല ദീനീബോധമുള്ള, നല്ല സംസ്കാരമുള്ള ആളുകളോടൊപ്പമായിരിക്കണം. അല്ല എങ്കിലോ ചീത്ത സ്വഭാവവും ചീത്ത സംസ്കാരവും ഉള്ള ആളുകളോട് കൂടെയാണ് നമ്മൾ കൂടുന്നത് എങ്കിൽ, ലിബറൽ ചിന്താഗതിയുള്ളവരോട് കൂടെയാണ് നമ്മൾ കൂടുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെയും സ്വഭാവങ്ങളിൽ വൈകൃതങ്ങൾ ഉണ്ടാവുകയും നമ്മൾ അങ്ങോട്ട് മാറിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്ന് മഹാനായ റസൂലുള്ളാഹി. ഓരോ മനുഷ്യനും തൻ്റെ സംസ്കാരം സ്വീകരിക്കുന്നത് തൻ്റെ ചങ്ങാതിയിൽ നിന്നാണ്, തൻ്റെ കൂട്ടുകാരിൽ നിന്നാണ്. അതുകൊണ്ട് ആരോട് കൂട്ടുകൂടണമെന്ന് നന്നായി നിങ്ങൾ ആലോചിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, അള്ളാഹുവിനുള്ള നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ തശഹദ അഹദുക്കും, നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതുമ്പോ ഫലസ്തഇദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, ഒന്ന് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. വമിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. വമിൻ ഫിത്നത്തിൽ മഹ്യാ, ജീവിച്ചിരിക്കുമ്പോഴുള്ള പ്രയാസത്തിൽ നിന്ന്, നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, സാംസ്കാരികമായ മൂല്യച്യുതികൾ നമ്മളിലേക്ക് വരുന്നതിൽ നിന്നും, പ്രതിസന്ധികൾ വരുന്നതിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. വൽ മമാത്, മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഏറ്റവും വലിയ വിപത്ത് ഫിത്ന അത് ദജ്ജാലാണ്.
അവനിൽ നിന്നും നിങ്ങൾ കാവലിനെ ചോദിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ ദീനിനെയും നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മളുടെ വിശ്വാസത്തെയും സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടെ ഇടപെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.